ഈ 50കളിലൂടെയും 60കളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്കിൻ വല്ലാണ്ട് വരണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ സ്കിൻ വരണ്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്കിൻ വലിയാൻ തുടങ്ങും, അവിടെ വരകൾ രൂപപ്പെടുകയും ചുളിവുകൾ വീഴുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രായം തോന്നിക്കും. അത് പിന്നീട് നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാവുകയും ഒരു ഫംഗ്ഷനും മറ്റും പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുകയും ആകെ കൂടെ നിങ്ങൾക്കുള്ളിലുള്ളൊരു സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് ആ ഡ്രൈനെസ് ഒക്കെ കുറച്ച് മുഖത്ത് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ചെടി കൊണ്ടുവന്ന് മണ്ണിൽ നടുന്നു, എന്നിട്ട് അതിന് നന്നായി വെള്ളമൊഴിക്കുന്നു, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു എങ്കിൽ അത് വളരെ നല്ലതുപോലെ വളർന്നു വരികയും അതിൽ പൂവിടുകയും ചെയ്യും. എന്നാൽ നമ്മളൊരു ചെടി മണ്ണിൽ നട്ടതിന് ശേഷം അതിനെ യാതൊരു തരത്തിലും കെയർ ചെയ്യാതിരുന്നാൽ, അതിന് വെള്ളമോ വളമോ ഒന്നും കൊടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? ചെടി വാടിപ്പോവും, ഇലകൾ വാടും, പൂക്കൾ കൊഴിയും, അതിൻ്റെ സൗന്ദര്യം മുഴുവൻ നശിച്ചു പോവും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുഖവും. നമ്മുടെ സ്കിന്നിന് മതിയായിട്ടുള്ളൊരു ഹൈഡ്രേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വരണ്ടു പോവുകയും ചുളിവുകൾ വീഴുകയും ചെയ്യും. അപ്പോൾ വെള്ളം കിട്ടുന്ന ഒരു ചെടി എങ്ങനെ പൂവിടുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനും നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽത്തി ആയിട്ടും സൗന്ദര്യമുള്ളതായിട്ടും ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു തരത്തിൽ നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് തരുന്ന ഒന്നാണ് നമ്മുടെ എല്ലാ വീടുകളിലുള്ള അലോവേറ ജെൽ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിന് ഏറ്റവും നല്ലൊരു നൈസർഗിക ഹൈഡ്രേഷൻ സോഴ്സാണ്. ഇതിൽ 90% വെള്ളമാണ്. അതുകൊണ്ട് സ്കിന്നിന് നല്ലൊരു ഈർപ്പം നൽകുന്നു. വരണ്ടുപോയ ഡ്രൈ ആയ സ്കിന്നിൽ അലോവേറ ജെൽ പുരട്ടുകയാണെങ്കിൽ അത് ജലാംശം നിറയ്ക്കുന്നത് പോലെ സ്കിന്നിൻ്റെ സെല്ലുകൾക്ക് ജീവൻ നൽകുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, ഇ, ബീറ്റ കരോട്ടിൻ എന്നിവ സ്കിന്നിന് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. സോ ഇത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് വരണ്ടു പോവാതെ നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും ഇരിക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിന്ന് വളരെയധികം നന്നായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം, ചുളിവുകളോ പാടുകളോ ഒന്നുമില്ലാതെ. എന്നാൽ അതിനായിട്ട് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹം? കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും വളരെ യങ് ആയിട്ടും കൊണ്ടുപോകാം എന്നതാണ് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അലോവേറ ജെൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരികയും നമ്മുടെ സ്കിന്നിന് നല്ലൊരു യുവത്വം തരികയും ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ ഈ അലോവേറ ജെല്ലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ യങ് ആയിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫേസ് പാക്കുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതിൽ ആദ്യത്തേത് അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. പ്രത്യേകിച്ച് തിരക്കുള്ള ആളുകൾ, ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഈ സ്കിൻ കെയറിനൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ മടിയുള്ളവരും സമയമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം മുഖം വാഷ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ മുഖത്തെ ഈ പാടുകൾ, അതേപോലെ തന്നെയുള്ള കുത്തുകൾ, ചെറിയ ചെറിയ കുത്തുകളൊക്കെ മുഖത്തുണ്ടാവുമല്ലോ, അതൊക്കെ മാറാനായിട്ടും ഈ ഫൈൻ ലൈൻസൊക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇത് വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. നമുക്കറിയാം വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാക്കാണ്. പ്രത്യേകിച്ച് മടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ ഒരുപാട് ഇറിറ്റേഷൻസോ ഒന്നും അങ്ങനെ ഉണ്ടാവുകയില്ല. സാധാരണ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് തിക്ക് ലെയറായിട്ടൊക്കെ മുഖത്തിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. ഇത് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി മുഖത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു പാക്കാണ്.
ഇനി രണ്ടാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിനായിട്ട് ഒരു എഗ് വൈറ്റ് എടുക്കുക, മുട്ടയുടെ വെള്ള എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് പതപ്പിക്കണം, നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. മുഖത്ത് ആദ്യം നിങ്ങളിത് ഒരു ലെയർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു സെക്കൻഡ് ലെയറും കൂടെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ മുഖത്തുള്ള ഒരു ടാനൊക്കെ മാറുന്നതിനും മുഖം നല്ല ബ്രൈറ്റ് ആവുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇതിനും അധിക ചിലവുകളൊന്നും തന്നെയില്ല. ഈ അരിപ്പൊടിയും തൈരും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോയി വന്ന് നമ്മുടെ മുഖമൊക്കെ വളരെയധികം ഡള്ളായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പാക്ക് കൂടിയാണിത്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ടീയും കൂടെ ആഡ് ചെയ്യുക. അത് ഗ്രീൻ ടീ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ അലോവേറ ജെല്ലിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് പപ്പായ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ പപ്പായ ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യുക. ഇത് മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആകാനായിട്ടും ഡാർക്ക് സ്പോട്ടൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. പപ്പായ എല്ലാവരുടെയും വീടുകളിലുണ്ട്. ഇനി അഥവാ ഇല്ല എങ്കിൽ കടയിൽ നിന്നൊക്കെ വലിയ വിലയൊന്നുമില്ലാതെ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. നമ്മൾ പുറമേ പുരട്ടുന്നതും അതേപോലെ തന്നെ കഴിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പാക്കാണിത്. ഇനി അടുത്ത ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വരികയാണ്, പെട്ടെന്ന് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ തക്കാളിയുടെ നീരും കൂടി ആഡ് ചെയ്യുക. ഒരു തക്കാളി എടുക്കുക, അത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ നീരായിട്ട് എടുക്കുന്നതിനും നല്ലത് അതൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു നല്ല ഗ്ലോ തരാനും ഫേസൊക്കെ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആവാനുമായിട്ടുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തക്കാളി എല്ലാവരുടെയും വീടുകളിലുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പാക്കാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഷിയ ബട്ടർ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് നല്ലതുപോലെ യോജിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കയ്യിലും കാലിലുമൊക്കെ നല്ല രീതിയിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ നല്ല രീതിയിൽ ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്.
ഇനി അടുത്തത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു പാക്ക് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് തരുന്നൊരു പാക്കാണ്. മുഖം നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും അതേപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണ്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പാക്കാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. 1 ടീസ്പൂൺ അതിലേക്ക് നീം പൗഡർ കൂടി ആഡ് ചെയ്യുക. വേപ്പിലയുടെ പൗഡർ കൂടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന പാക്കാണ്. മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. നല്ല രീതിയിൽ അതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡർ കൂടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇതും വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലപോലെ റിഡ്യൂസ് ചെയ്യാനായിട്ടും മുഖം നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണ്. ഈ പാക്ക് വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ഒരു റിസൾട്ട് തരുന്നതായിരിക്കും. അതിനുശേഷം നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്താണോ അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാക്ക് കൂടിയാണ്. ഇനി നല്ല ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുൾട്ടാണി മിൽട്ടിയും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. ഇനി വളരെ ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ അലോവേറ ജെല്ലിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഒന്ന് അരച്ച് ഒരു പേസ്റ്റാക്കി എടുക്കുക. അത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പാക്കാണ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുറച്ച് മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. 1 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ഫ്രാങ്കിൻസൻസ് ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കൈകളിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൈകളിലൊക്കെ നല്ല രീതിയിൽ ചുളിവുകളുണ്ടെങ്കിൽ, കാലിലുമൊക്കെ ചുളിവുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കാണ്. ഇത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. നമുക്കറിയാം അലോവേറ ജെൽ എന്ന് പറയുന്നത് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. പിന്നെ ഫ്രാങ്കിൻസൻസ് ഓയിൽ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധിക ചിലവുകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് പാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ അലോവേറ ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ബ്രാൻഡിൻ്റെ അലോവേറ ജെൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും പലർക്കും വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെൽ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡിൻ്റെ അലോവേറ ജെൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക. പലപ്പോഴും നമ്മളൊരു ലാഭമൊക്കെ നോക്കി വില കുറഞ്ഞ അലോവേറ ജെൽ വാങ്ങാറുണ്ട്. പക്ഷേ അതൊന്നും നല്ലതായിരിക്കണമെന്നില്ല, നല്ല റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഈ പാക്കുകളെല്ലാം തന്നെ
വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. വലിയ ചിലവുകളൊന്നുമില്ലാത്തതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, മുഖത്ത് അപ്ലൈ ചെയ്യാനൊക്കെ മടിയുള്ളവർക്കും വളരെ വേഗത്തിൽ ഒരു മടിയില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ സ്കിന്ന് ഓരോ ദിവസം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് എൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.